പ്രവേശന പരീക്ഷകൾ അടിമുടി മാറുമോ? അതുപോലെ MBBS എഞ്ചിനീയറിംഗ് പ്രവേശന രീതി അടിമുടി മാറുമോ എന്ന ചർച്ച ആരംഭിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും. MBBS, BDS, BAMS പോലെ വിദ്യാർത്ഥികൾക്ക് ഡോക്ടർമാരാകാനും അതുപോലെ BSc അഗ്രികൾച്ചർ പോലുള്ള കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാനുമുള്ള പൊതു പരീക്ഷയാണ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അഥവാ നീറ്റ്. ഈ പരീക്ഷ അടുത്ത കാലത്ത് നടക്കുകയും അതിൽ തട്ടിപ്പുകൾ ഉണ്ടാകുകയും തുടർന്ന് പഴുതടച്ച് പുനഃപരീക്ഷ നടത്തേണ്ടി വരികയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് പ്രവേശന രീതി മാറുമോ എന്ന ചർച്ച സജീവമാകുന്നത്. എന്നിരിക്കെ കാലം മാറുന്നതിനനുസരിച്ച് എൻട്രൻസ് പരീക്ഷയിലും അതുപോലെ തന്നെ പ്രവേശന രീതിയിലുമൊക്കെ പരിഷ്കാരം ആവശ്യമാണോ? ആണെങ്കിൽ തന്നെ എന്തെന്ത് പരിഷ്കാരങ്ങൾ ഏതേതൊക്കെ രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ട് എന്നൊക്കെ പഠിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ 9 അംഗ സമിതി ശുപാർശകൾ തയ്യാറാക്കിയെന്നും നീറ്റ്, JEE പോലുള്ള പരീക്ഷകൾക്ക് അവയുടെ മാർക്കിന്റെ ഒപ്പം പരീക്ഷയുടെ മാർക്കിന്റെ ഒപ്പം +2 മാർക്കിന് കൂടി വെയിറ്റേജ് നൽകണം എന്നും ശുപാർശ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പ്രവേശന പരീക്ഷയ്ക്ക് തുല്യമായ വെയിറ്റേജ് +2 മാർക്കിനും നൽകണമെന്നാണ് വിദഗ്ധ സമിതി കരുതുന്നത്. പ്രവേശന പരീക്ഷ എഴുതാൻ +2 നിശ്ചിത ശതമാനം മാർക്ക് വേണമെന്ന നിബന്ധന മാത്രമാണ് ഇപ്പോഴുള്ളത്. ഈ രീതി മാറണമെന്നാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പ്രവേശന പരീക്ഷകൾ എഴുതാൻ ഓരോ വർഷവും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണമെന്നതാണ് മറ്റൊരു പ്രധാന ശുപാർശ. ഇപ്പോൾ ഒറ്റത്തവണയെ എഴുതാനാകൂ. അതാകട്ടെ പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA തീരുമാനിക്കുന്ന ദിവസത്തിൽ അതത് സമയത്ത് മാത്രം. ഓൺ ഡിമാൻഡ് കമ്പ്യൂട്ടർ പരീക്ഷകളും ശുപാർശ ചെയ്തിട്ടുണ്ട് സമിതി. ഘട്ടം ഘട്ടമായി കൂടുതൽ അഡാപ്റ്റീവായ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങൾ, അതുപോലെ ഓൺ ഡിമാൻഡ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ എന്നതാണ് ആശയം. പ്രവേശന പരീക്ഷകളുടെ ചോദ്യങ്ങൾ ഉടച്ചു വാർക്കണം എന്ന പ്രധാന ശുപാർശയും സമിതി വെച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ട ഭാഗത്ത് നിന്ന് മാത്രമായി പരിമിതപ്പെടുത്തുക ഇത് തയ്യാറെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് സ്വയം സാധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കും എന്നുകൂടി സമിതി കരുതുന്നു. ഇതോടെ സ്വകാര്യ കോച്ചിംഗ് സെന്ററുകളുടെ അമിത ചൂഷണവും അതുപോലെ തന്നെ വർദ്ധിതമായ ഫീസ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യവും അപകടകരമായ മത്സര സമ്മർദ്ദവും ഒക്കെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് സമിതി വിലയിരുത്തുന്നുണ്ട്. നീറ്റ് അതുപോലെ JEE അപേക്ഷകരായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലിയ മാനസിക സമ്മർദ്ദം നേരിടുന്ന സാഹചര്യം വർഷങ്ങളായി രാജ്യത്ത് നിലവിലുണ്ട്. ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് കടക്കുക കൂടി ചെയ്തതോടെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ച വലിയ വില്ലനായി മാറുകയും ചെയ്തു. നൂതന വിവര സാങ്കേതിക വിദ്യയിലെ പഴുതുകൾ സാധ്യതകളാക്കി മാറ്റിക്കൊണ്ടാണ് സംഘടിത ശ്രമത്തിലൂടെ ചോദ്യങ്ങൾ ചോർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നത്. ഇതാകട്ടെ മറുഭാഗത്ത് അർഹതയുള്ളവരുടെ അവസരം, യഥാവിധി പഠിച്ച വിദ്യാർത്ഥികളുടെ അവസരം കവർന്നെടുക്കപ്പെടുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നുമുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമർപ്പിക്കപ്പെടുമെന്നും അതനുസരിച്ച് നടപടികൾ ഉണ്ടാകുമെന്നുമാണ് കരുതുന്നത്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് സമീപിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് രണ്ടാമത് നീറ്റ് പരീക്ഷ നടത്തുന്ന സമയത്ത് വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പഴുതുകളുണ്ടോ, ഏതെല്ലാം തരത്തിൽ ചോദ്യങ്ങൾ ചോർത്താനുള്ള സാധ്യതകളുണ്ടോ അതിനെയൊക്കെ തടഞ്ഞുകൊണ്ട് ടെലിഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളെ നിരോധിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയത്. വലിയ തോതിലുള്ള സന്നാഹമാണ് രാഷ്ട്രത്താകമാനം ഒരുക്കിയത്. വ്യോമസേനയുടെ വിമാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങളുടെ ചോർച്ച ഒരു തരത്തിലും സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്തി. അതുപോലെ തന്നെ പരീക്ഷ നടത്തുന്നത് യഥാവിധി എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് എന്ന് 100% എന്ന് പറയുന്ന ഉറപ്പുവരുത്തി. അതിനപ്പുറത്തേക്ക് ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നതിനെ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടെ കണ്ടു എന്ന് വേണം കരുതാൻ. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന പേരിൽ ഒരു പ്രസ്ഥാനം തുടങ്ങുകയും അതിന് ഒരു രാഷ്ട്രീയ രൂപം നൽകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ അതിന് അടിസ്ഥാനമായി പറഞ്ഞത് നീറ്റ് പരീക്ഷയിലുണ്ടായ ക്രമക്കേടുകളെ ഉയർത്തി കാണിക്കുകയാണ്. അവർ ആവശ്യപ്പെട്ട ഒരു പ്രധാന കാര്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നതായിരുന്നു. അത്തരം ഒരു ആവശ്യം ഉയർന്ന സാഹചര്യത്തിൽ തെറ്റായ രീതിയിലേക്ക് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെ കൊണ്ടുപോകുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കണ്ട് ഇടപെട്ടത്. തുടർന്ന് നല്ല രീതിയിൽ രണ്ടാമത് നീറ്റ് പരീക്ഷ നടത്തുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീറ്റ് പോലുള്ള അല്ലെങ്കിൽ JEE പോലുള്ള പരീക്ഷകൾ എഴുതുന്നത് മനുഷ്യവിഭവശേഷി ഏറ്റവും കൂടുതൽ പ്രവർത്തന ശേഷിയുള്ള വിദ്യാർത്ഥികളാണ്, വരും തലമുറയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പരീക്ഷ
പരീക്ഷകളെ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ യഥാവിധി പഠിക്കുന്ന, അതായത് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരം കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട സാഹചര്യമുണ്ട്. ഇത് രാഷ്ട്രത്തിനകത്ത് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഭാരതത്തിന്റെ മനുഷ്യ വിഭവശേഷി വലിയ തോതിൽ ആവശ്യപ്പെടുന്ന ഒരു കാലമാണ്. ലോകത്തിന് വേണ്ടത്ര മനുഷ്യ വിഭവശേഷി അത് ഇതുപോലെ മികവുറ്റ പ്രവർത്തകരെ, മികവുറ്റ വിദ്യാഭ്യാസം നേടിയവരെ നൽകാൻ സാധിക്കും എന്ന് രാഷ്ട്രം അഭിമാനിക്കുന്ന കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെ കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഈ പുതിയ സമിതിയുടെ നിർദ്ദേശം അത് സർക്കാരിന്റെ മുന്നിൽ വരുമ്പോൾ ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ നടപ്പാക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും അടുത്ത വർഷം തൊട്ട് അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഈ രീതിയിൽ നീറ്റ് അല്ലെങ്കിൽ JEE പരീക്ഷ നടത്തിപ്പ്, അതുപോലെ ഈ പരീക്ഷ നടത്തുന്ന NTA എന്ന ഏജൻസി അതിന്റെ പ്രവർത്തനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, പ്രവേശന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് വരുമ്പോൾ കാതലായ പരിഷ്കാരങ്ങൾ ഈ രംഗത്ത് വരും വർഷങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഈ സമയത്ത് പ്രതീക്ഷിക്കാൻ സാധിക്കുക.